ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ജയറാം നായകനായി എത്തുന്ന എബ്രഹാം ഓസ്ലറിൻ്റെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷനാണ് തൂക്കിയിരിക്കുന്നത്. സമീപകാലത്ത് വരുന്ന മിക്ക സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ജയറാമിൻ്റെ എബ്രഹാം ഓസ്ലർ ഇപ്പോൾ അരങ്ങ് വാഴുന്നത് എന്ന് തന്നെ പറയാം. 2024 ആദ്യ മാസത്തിൽ തന്നെ ഇറങ്ങുന്ന ഈ സിനിമ അതിഗംഭീരമായുള്ള ഹിറ്റാകുമെന്നുള്ളതിന് സംശയങ്ങളില്ലായിരിക്കുന്നു. ആദ്യം ജനങ്ങൾ നൽകുന്ന സപ്പോർട്ട് ആ രീതിയിൽ തന്നെയാണ്. അതിനൊറ്റ പേര് വേറെ ഒന്നുമല്ല, മിഥുൻ മാനുവൽ തോമസ് എന്നുള്ള ഡയറക്ടർ തന്നെയാണ്. ഒപ്പം മമ്മൂട്ടി ഉണ്ട് എന്നുള്ള ഒരൊറ്റ വാർത്ത തന്നെയാണ് സിനിമയെ ഈ റേഞ്ചിലേക്ക് എത്തിച്ചിരിക്കുന്നതും. എന്താണെങ്കിലും എബ്രഹാം ഓസ്ലർ ജയറാമിൻ്റെ ക്രെഡിറ്റിൽ മാത്രം പോകുന്ന ഒരു സിനിമയായി തന്നെ എല്ലാവരും കാണുകയുള്ളൂ. തീർച്ചയായും അതിനകത്തിൽ മമ്മൂട്ടിക്ക് ക്രെഡിറ്റുകൾ ആരും കൊടുക്കുന്നതും അല്ല എന്നുള്ളത്. കാരണം ജയറാമിൻ്റെ വിജയം ഇവിടെ അനിവാര്യമായിരിക്കുന്ന ഒരു സമയമാണ്. എന്താണെങ്കിലും ഇവിടെ ജയറാമിൻ്റെ ഈ ഒരു സിനിമ ആദ്യ ദിനം റിലീസിന് മുമ്പ് നേടിയിരിക്കുന്നത് 1,06,00,000 രൂപയാണ് എന്നുള്ളതാണ്. അതായത് ഓരോ ജില്ലകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോഴും തിരുവനന്തപുരത്ത് 123ഓളം ഷോകൾ കാണിക്കുമ്പോൾ നമുക്ക് 14 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ ഇവിടെ കാണാൻ കഴിയുന്നു. ഓക്യുപ്പൻസി ആണെങ്കിൽ ഏകദേശം 20% എന്ന് പറയാം. കൊല്ലത്ത് 38 ഷോകളിൽ നിന്ന് മാത്രമായിട്ട് ഇതുവരെ കാണുന്നത് 5,15 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എന്നുള്ളതാണ്. എക്സാക്ട് ഫിഗർ അല്ല പറയുന്നത്, ഏറെക്കുറെ അടുത്ത ഫിഗർ. അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടി വരും 5,30,762 അങ്ങനെയുള്ള എമൗണ്ടുകൾ പറയേണ്ടി വരുന്നതുകൊണ്ട് റൗണ്ട് ചെയ്ത് പറയുന്നു എന്ന് പറയാം. പത്തനംതിട്ടയിൽ 17 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. അതായത് 20% മുകളിലാണ് ഓക്യുപ്പൻസി. ആലപ്പുഴയിൽ 38 ഷോകളും കോട്ടയത്ത് 48 ഷോകളും ഇടുക്കിയിൽ 9 ഷോകളുമാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. യഥാക്രമം നമുക്ക് പറയാൻ കഴിയുന്നത് 6 ലക്ഷവും 7 ലക്ഷവും 1,65,000 മുകളിലാണ്. അതായത് ഓക്യുപ്പൻസി 35, 29, 26% എന്നുള്ള. എറണാകുളമാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്ന മലയാള സിനിമയുടെ ഏറ്റവും വലിയ തട്ടുകം എന്ന് തന്നെ പറയാം. 155ഓളം ഷോകളാണ് ഇവിടെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 29 ലക്ഷം രൂപയും ഒപ്പം 42% ഓക്യുപ്പൻസിയുമാണ് ഈ സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത്. ഇനി തൃശ്ശൂർ കടന്നു ചെല്ലുകയാണെങ്കിൽ 110ഓളം ഷോകൾ, അവിടെ 11 ലക്ഷത്തിന് മുകളിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. 20% ഓക്യുപ്പൻസി എന്ന് പറയാം. പാലക്കാട്, മലപ്പുറം 50, 51, 53 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 11 ലക്ഷവും അതേപോലെ 4 ലക്ഷവുമാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്ന എമൗണ്ടുകൾ. പാലക്കാട്, മലപ്പുറമാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി വയനാട് നോക്കുകയാണെങ്കിൽ 12 ഷോകളാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തിനടുത്തുള്ള എമൗണ്ടുമാണ് വന്നിരിക്കുന്നത്. കോഴിക്കോട് 67 ഷോകളിൽ നിന്ന് 11 ലക്ഷം രൂപയോളമാണ് വന്നിരിക്കുന്നത്. ഓക്യുപ്പൻസി എറണാകുളത്തെ പോലെ തന്നെ 40 അടുത്ത് നിൽക്കുന്നു, 39.17 എന്ന് പറയാം. കണ്ണൂരും കാസർഗോഡും 30ഉം 11ഉം ഷോകളാണ്. 3 ലക്ഷവും അതേപോലെ തന്നെ 80,000 രൂപയുമാണ് യഥാക്രമമായിട്ട് ഈ സിനിമയ്ക്ക് നേടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ സിനിമ 1,06,00,000 രൂപയോളമാണ് ഇതുവരെ പ്രീ സെയിലിലൂടെ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണേലും അതിഗംഭീരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സംഭവം വരുന്നത്. അതായത് സമീപകാലത്തുള്ള സൂപ്പർ താര ചിത്രങ്ങൾ, അതായത് മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങളെക്കാൾ കൂടുതൽ കളക്ഷൻ പ്രീ സെയിലിലൂടെ ഈ സിനിമ നേടുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ലാസ്റ്റ് ദിവസം, കഴിഞ്ഞ ദിവസം, ഇന്നലെ മാത്രമാണ്. പല സിനിമകളും പോലെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഉള്ള കാര്യങ്ങളല്ല. അങ്ങനെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ 3 കോടിക്ക് മുകളിൽ പ്രീ സെയിൽ വന്നേനേയും എന്നുള്ളത് അത് വീണ്ടും അവർ പരിഗണിക്കേണ്ട കാര്യമാണ്. ഇനിയുള്ള സിനിമകൾ ഇറക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 10 ദിവസങ്ങൾ മുമ്പെങ്കിലും ഇങ്ങനെ പ്രീ സെയിൽ നടത്തുകയാണെങ്കിൽ നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ വരും. ഇതേപോലെ ഗംഭീര ഹൈപ്പിലാണ് സിനിമ നിൽക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാവിധ സപ്പോർട്ടുകളും അവർ ഇതിനോടൊപ്പം തന്നെ ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നു. ഇനി സിനിമ ഹെവി ആണെങ്കിൽ വമ്പൻ ഹിറ്റടിക്കും എന്നുള്ളതിന് സംശയങ്ങളില്ല. പോസിറ്റീവ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒറ്റ പേര് മിഥുൻ മാനുവൽ തോമസ്. അപ്പോൾ ആരൊക്കെയാണ് സിനിമ കാണാൻ കാത്തിരിക്കുന്നത്? ഫസ്റ്റ് ഷോ കണ്ടിറങ്ങുന്നവർ നിങ്ങളുടെ അഭിപ്രായങ്ങളുമായി വരിക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരിക. ഗ്രേറ്റ് മീഡിയാസ്.